അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ സീറ രണ്ടാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു സാനി ഫീ ദാരിൽ അർക്കം, അർക്കമിൻ്റെ ഭവനത്തിൽ. സഫ മലയുടെ ഒഴിഞ്ഞ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ദാറുൽ അർക്കം. അർക്കം ഇബ്നു അബിൽ അർക്കം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ വീടായിരുന്നു അത്. ഇസ്ലാമിലേക്ക് 11ാമനായി കടന്നു വന്നയാളാണ് അദ്ദേഹം. ഖുറൈശികളുടെ ശ്രദ്ധയിൽ നിന്ന് അകന്ന സ്ഥലത്തായിരുന്നു ദാറുൽ അർക്കം. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ രഹസ്യമായി ദാറുൽ അർക്കമിൽ സമ്മേളിച്ചിരുന്നു. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കും. മറ്റു കൂടിയാലോചനകൾ നടത്തിയിരുന്നതും അവിടെ വെച്ചായിരുന്നു. സ്വഹാബത്തിന് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന ആദ്യ മദ്രസ അതായിരുന്നു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവരടക്കം പ്രമുഖരായ പല സ്വഹാബികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ദാറുൽ അർക്കമിൽ വെച്ചാണ്. അർക്കം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സഹായിയായിരുന്നു. ഈദാഉൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഉപദ്രവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിക്കുകയും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തതോടെ മക്ക മുശ്രിക്കുകളുടെ ഉപദ്രവം ശക്തിപ്പെടുത്തി. സാധുക്കളായ മുസ്ലിങ്ങളെ അവർ കഠിന മർദ്ദനങ്ങൾക്കിരയാക്കി. സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു മുതലായവരെല്ലാം കടുത്ത പീഡനങ്ങൾക്ക് ഇരയായവരാണ്. ഖുറൈശി നേതാക്കളായ അബൂ ജഹ്ൽ, ഉഖബ, ഉമയ്യ, അബൂ ലഹബ് മുതലായവരാണ് മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂ ജഹൽ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. മുസ്ലിങ്ങളിലെ ആദ്യ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവായിരുന്ന വയോധികനായ യാസിർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളുടെ മർദ്ദന ഫലമായി ഷഹീദായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനനായിരുന്ന ഉമയ്യ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ ഭാരമേറിയ പാറക്കല്ല് കയറ്റിവെച്ച് മർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കുകയുണ്ടായി. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കുമ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലിടുകയുണ്ടായി. ഇതറിഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്ന് അതെടുത്ത് മാറ്റിയ ശേഷമാണ് നബി തങ്ങൾക്ക് തല ഉയർത്താനായത്. തീക്കനലിൽ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ഈ കടുത്ത മർദ്ദനങ്ങളെല്ലാം സഹിച്ചുകൊണ്ടവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വബ്രൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥാനം സ്വർഗമാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് എന്താണ് മനസ്സിലാകുന്നത്? ദാറുൽ അർക്കമിനെ കുറിച്ചാണ് ആദ്യമായി ഈ പാഠഭാഗത്ത് പറയുന്നത്. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടി മാർഗദർശനം നൽകുവാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന സ്ഥലമാണ് ദാറുൽ അർക്കം. അർക്കം ഇബ്നു അബി അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു ദാറുൽ അർക്കം അല്ലേ? അദ്ദേഹം ഇസ്ലാമിലേക്ക് 11ാമനായി കടന്നു വന്നയാളാണ്. ഖുറൈശികളുടെ ശ്രദ്ധയിൽ നിന്ന് അകന്ന ഒരു സ്ഥലത്തായിരുന്നു ദാറുൽ അർക്കം സ്ഥിതി ചെയ്തിരുന്നത്. പുതിയ ഇസ്ലാമികൾക്ക് പ്രബോധനം നൽകുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവർ മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇസ്ലാമിൽ ജീവിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദാറുൽ അർക്കമിൽ നബിതങ്ങളും സഹാബികളും ഒരുമിച്ച് കൂടിയിരുന്നത്. ഇനി മുശ്രിക്കുകളുടെ ഉപദ്രവം. ഇസ്ലാമിൽ എത്തി എന്നതിൻ്റെ പേരിൽ, അതായത് ഇസ്ലാമിൽ ഉറച്ചു നിന്നു എന്നതിൻ്റെ പേരിൽ ഒരുപാട് യാതനകൾ സഹാബികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ് അതിലെ പ്രധാനികൾ? സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു ഇവരെല്ലാം കടുത്ത പീഡനങ്ങൾക്ക് ഇരയായവരാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് യാസിർ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും
ഒരുപാട് യാതനകൾ അനുഭവിച്ചു അല്ലേ. സുമയ്യ റളിയല്ലാഹു അൻഹായെ അബൂജഹൽ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അല്ലേ. ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷിയാണ് അവർ. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ ഭാരമേറിയ പാറക്കല്ല് കയറ്റി വെച്ച് അടിക്കുമായിരുന്നു അല്ലേ. അതുപോലെ അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒരു അടിമയായിരുന്നു അല്ലേ. അദ്ദേഹത്തിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലയ്ക്ക് വാങ്ങി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അടുത്തത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ചീഞ്ഞളഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല അണിയിച്ചു. നബി തങ്ങളുടെ കഴുത്തിൽ കുടൽമാല കൊണ്ടുവന്നിട്ടു. ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടു. ഇതറിഞ്ഞ നബി തങ്ങളുടെ മകൾ എന്ത് ചെയ്തു? ഓടി വന്ന് അത് എടുത്തു മാറ്റി. എന്നിട്ടാണ് നബി തങ്ങൾക്ക് തല ഉയർത്താനായത് അല്ലേ. അതുപോലെ തന്നെ ചുട്ടു പൊള്ളുന്ന തീക്കനലിൽ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. ചുട്ടുപൊള്ളുന്ന തീക്കനലിൽ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം വേദനയാണ് അവരൊക്കെ സഹിച്ചത്. എന്നിട്ട് ഇസ്ലാം വിട്ടു പോയോ അവർ? ഇല്ലല്ലേ. എന്നിട്ടും അവർ ഇസ്ലാമിൽ ഉറച്ചു തന്നെ നിന്നു. അല്ലാഹു അഹദാണെന്ന കാര്യത്തിൽ അവർ ഉറച്ചു തന്നെ നിന്നു. അതുകൊണ്ട് അവർക്കുള്ള വാഗ്ദത്തം എന്താണ്? നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യാസിർ കുടുംബമേ, നീ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥാനം സ്വർഗമാണ്. ഇത്രയേറെ യാതനകൾ സഹിച്ച അവരെ അള്ളാഹു കൈവിടുവോ? ഇല്ല അല്ലേ. അത്രയേറെ പരീക്ഷണങ്ങൾ സഹിച്ച അവരെ അള്ളാഹു സ്വർഗം കൊടുത്താണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം എഴുതുക. ദാറുൽ അർക്കം എവിടെ സ്ഥിതി ചെയ്യുന്നു? ദാറുൽ അർക്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സഫാ മലയുടെ ഒഴിഞ്ഞ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ദാറുൽ അർക്കം. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ വീടാണ് ദാറുൽ അർക്കം? ആരുടെ വീടാണ്? അർക്കം ഇബ്നു അബി അർക്കം റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വീടായിരുന്നു ദാറുൽ അർക്കം. അടുത്തത്, ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന ആദ്യ മദ്രസ ഏതാണ്? സ്വഹാബത്തിന് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന ആദ്യ മദ്രസയായിരുന്നു ദാറുൽ അർക്കം. അടുത്ത്, കടുത്ത മർദ്ദനങ്ങൾക്കിരയായ സഹാബികൾ ആരെല്ലാം? ആരൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞിരുന്നല്ലേ. സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു. ഇവരാണ് കടുത്ത പീഡനങ്ങൾക്ക് ഇരയായവർ. അടുത്തത്, മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖുറൈശി പ്രമുഖർ ആരെല്ലാം? ആരൊക്കെയാണ്? അബൂജഹൽ, ഉഖബ, ഉമയ്യ, അബൂലഹബ് എന്നീ ഖുറൈശി നേതാക്കളാണ് കടുത്ത മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്തത്, ഇസ്ലാമിലെ ആദ്യ ഷഹീദ് ആരായിരുന്നു? മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂജഹൽ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി. മുസ്ലിങ്ങളിലെ ആദ്യ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അപ്പോൾ ആരാണ്? സുമയ്യ റളിയല്ലാഹു അൻഹ. അടുത്തത്, കണ്ടെത്താം. ദാറുൽ അർഖമിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച പ്രമുഖർ ആരൊക്കെയാണ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവരടക്കം പ്രമുഖരായ പല സഹാബികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ദാറുൽ അർഖമിൽ വെച്ചാണ്. വിവരിക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചിരുന്ന രൂപം. ഏത് രൂപത്തിലാണ് അവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചിരുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനനായിരുന്ന ഉമയ്യ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ ഭാരമേറിയ പാറക്കല്ല് കയറ്റിവെച്ച് മർദ്ദിക്കുമായിരുന്നു. അടുത്തത്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചിരുന്ന രൂപം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ
തീക്കനലിൽ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടാണ് അവർ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയേറെ മർദ്ദനങ്ങൾ സഹിച്ചിട്ടും അവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിന്നു അല്ലേ? അപ്പോൾ കൂടുതൽ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കൈവിട്ട് കളയാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലേ. എത്രയേറെ പരീക്ഷണങ്ങൾ റബ്ബ് നമുക്ക് തരുന്നോ അത്രയേറെ റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം അടുത്തുകൊണ്ടേയിരിക്കും. നോക്കിയേ, യാസിർ കുടുംബത്തോട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥാനം സ്വർഗമാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു വിഷമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ തരുന്നത് നമ്മളെ ആരും ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അല്ലല്ലേ. നമുക്ക് തരുന്ന വിഷമങ്ങളും പരീക്ഷണങ്ങളും എല്ലാം അള്ളാഹുലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളെ ഏറ്റവും അടുപ്പമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്ഷമ കൈവിടാതെ അള്ളാഹു അഹദ് എന്നതിൽ ഉറച്ചു നിൽക്കണം. എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താവണം? നമ്മുടെ ശരീരത്തിന് രോമാഞ്ചം ഉണ്ടാകണം അല്ലേ? നമ്മുടെ മനസ്സിലത് ഉറച്ചു നിൽക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടില്ല. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ റബ്ബുണ്ട് എനിക്ക് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. മനസ്സിലായോ? അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന ഉടനെ എനിക്ക് മാത്രം റബ്ബ് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നു, എന്നെ മാത്രം എപ്പോഴും വിഷമിപ്പിക്കുന്നു, എന്നെ വേണ്ട റബ്ബിന്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ റബ്ബ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനുണ്ട്. ഒരു പ്രശ്നം റബ്ബ് തരുന്നെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ആര് തരും? അള്ളാഹു തരും എന്ന ഉറച്ച വിശ്വാസം തരണം. ഇവരെല്ലാം ഈ ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടിയാ? എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും, അതാണ് എൻ്റെ നബിതങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കണം എന്ന വിശ്വാസത്തോടു കൂടിയാണ്, ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവർ ഇസ്ലാമിൽ ഉറച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രതിഫലമായി കിട്ടിയത്? സ്വർഗമാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അല്ലേ? വാഗ്ദാന ലംഘനം നടത്തുവോ റബ്ബ്? ഇല്ലല്ലേ. നബിതങ്ങൾ കള്ളം പറയുമോ? ഇല്ലല്ലേ. ഇപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ റബ്ബെന്ന തീരുമാനത്തിൽ നമ്മൾ എന്നും ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ എന്നും നമ്മൾ ജീവിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പാഠവുമായി കാണും വരെ മഅസ്സലാമ.